നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു ഭാഷ ഉപയോഗിക്കാറുണ്ടല്ലോ അല്ലേ? അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഭാഷയുണ്ട്. അതാണ് ശരീരഭാഷ അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നത്. നല്ല ബോഡി ലാംഗ്വേജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു തരട്ടെ. എപ്പോഴും നമ്മൾ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കുക. നമ്മൾ വളരെ പ്ലസൻ്റ് ആയിട്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. ഒരാളോട് സംസാരിക്കുമ്പോൾ വളരെ പ്ലസൻ്റ് ആയിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് അയാളുടെ മുഖത്ത് നോക്കി കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ ശീലിക്കുക. അല്ലാതെ നമ്മൾ സംസാരിക്കുമ്പോൾ അയാളുടെ തലയ്ക്ക് മുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും കോണിലേക്കൊക്കെ നോക്കി സംസാരിക്കുന്ന ശീലമുണ്ടെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. ഇനി എപ്പോഴും നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ശ്രദ്ധിക്കുക. അത് നമ്മളെ നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളെ വളരെയധികം റിലാക്സ്ഡ് ആക്കും നമ്മൾ ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ. അത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ആവശ്യമില്ലാതെ മുടി തലയിലൊന്നും പിടിക്കാനും അല്ലെങ്കിൽ മുടിയിൽ പിടിച്ച് വലിക്കാനും എപ്പോഴും കൈ കൊണ്ട് മുടി ഇങ്ങനെ തൊട്ടുകൊണ്ട് നിൽക്കണമൊക്കെ ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇനി നമ്മൾ നടക്കുമ്പോൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഷോൾഡേഴ്സ് സ്ട്രെയിറ്റ് ആക്കി തന്നെ നടക്കുക. നമ്മുടെ ലുക്ക് സ്ട്രെയിറ്റ് ആക്കുക. ആ നടത്തം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കൂടി നിൽക്കാതെ അല്ലെങ്കിൽ ഷോൾഡർ ഇങ്ങനെ കൂനി നിൽക്കാതെ അല്ലെങ്കിൽ ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിൽക്കാതെ നമ്മൾ രണ്ട് കാലിലും ബോഡി വെയിറ്റ് ഒരുപോലെ കൊടുത്ത് നിവർന്ന് ഷോൾഡർ സ്ട്രെയിറ്റ് ആക്കി നിൽക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ സംസാരത്തിൽ നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ പ്രശ്നമുള്ളതാണ് ആവശ്യമില്ലാത്ത ടോൺസ് ഉപയോഗിക്കുന്നത്. ചില ആൾക്കാർ വളരെ വൾഗറായിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കാനൊക്കെ പല രീതിയിലുള്ള ഇതുപോലത്തെ ടോൺസ് ഉപയോഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൻ്റെ ഭാഗമാണ് ഇതുപോലുള്ള ശീലങ്ങളെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക. ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുക.